കൂട്ടുകാരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമ്മിലെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ 5ാമത്തെ ബ്ലോക്കിൽ 3ാമത്തെ യൂണിറ്റാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഐഡിയ ഓഫ് ഇന്ത്യ. നമ്മളിവിടെ നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒറിജിൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയത്. ഇന്ത്യ റിപ്പബ്ലിക് ആകുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന ഉണ്ടായി. അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഭരണകർത്താവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ്. അപ്പോൾ ഇതിനെ 1950 ജനുവരി 26 തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം 1930 ജനുവരി 26 ഇന്ത്യ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അന്ന് ജനങ്ങളെല്ലാവരും കൂടി ചേർന്ന് പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഈ ദിവസം റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെൻറ്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ 1922 സ്വരാജ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നമുക്ക് സ്വരാജ്യം വേണമെന്ന് പറഞ്ഞു ഗാന്ധി. പക്ഷെ അവർ നമുക്ക് തന്നില്ല. അവർ നമ്മളെ പറ്റിക്കുകയായിരുന്നു. ഇത് ശരിക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഇന്ത്യക്കുമായിട്ടൊരു ഭരണഘടന ഉണ്ടാക്കുമെന്നുള്ള തോന്നലുകളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റീഫോംസുകൾ വന്നതെന്ന് പറഞ്ഞാൽ 1961 വന്നു, 1892 വന്നു. ഇന്ത്യൻ കൗൺസിൽ ആക്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലെജിസ്ലേച്ചർ കൗൺസിലുകളുടെ ഘടനയിലും പ്രവർത്തനത്തിലും വിവിധ ഭേദഗതികൾ കൊണ്ടുവന്ന യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ ഒരു നിയമമായിരുന്നു ഇന്ത്യൻ കൗൺസിൽ ആക്ട്. അത് 1892 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം കൊണ്ടുവന്നു. 1919 മിൻറ്റോഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം കൊണ്ടുവന്നു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നു. 1909 ബ്രിട്ടീഷ് പാർലമെൻറ്റ് നടപ്പാക്കിയ നടപടികളുടെ ഒരു പരമ്പരയായ 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഇന്ത്യയിൽ സാമ്രാജ്യത്വ തദ്ദേശീയ നിയമനിർമ്മാണ കൗൺസിലുകളിൽ അംഗത്വത്തിന് ഇലക്റ്റീവ് തത്വം നേരിട്ട് അവതരിപ്പിച്ച പ്രധാന ഘടകമാണ് ഈ ആക്ട് രൂപപ്പെടുത്തിയത്. ജോൺ മോർലി ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുകയും മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ അവതരിപ്പിക്കുകയും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണത്തിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ മോർലിയും ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന മിൻറ്റോയുടെ നാലാമനായ പ്രഭുവായിരുന്നു. അതിനാൽ ഇതിനെ മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ മിൻറ്റോയും മോർലിയും കൂടെ ചേർന്ന് 1909 നടപ്പിലാക്കിയൊരു പരിഷ്കാരമാണ് ഇത്. 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. അന്ന് ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ മോർലി ആയിരുന്നു. ഇന്ത്യയുടെ വൈസ്രോയി മിൻറ്റോയുമായിരുന്നു. എന്നാൽ 1919 മൊണ്ടോഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് കൊണ്ടുവന്നത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ ഒരു നിയമമായിരുന്നു. അത് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യക്കാരുടെ പങ്കാളിത്തം വിപുലീകരിക്കുന്നതിനായാണ് ഇത് പാസ്സാക്കിയത്. ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറി എഡ്വിൻ മൊണ്ടോഗുവിൻ്റെയും വൈസ്രോയി ചെംസ്ഫോർഡിൻ്റെയും റിപ്പോർട്ട് ശുപാർശ ചെയ്ത പരിഷ്കാരങ്ങൾ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1919-1929 വരെയുള്ള 10 വർഷത്തെ കാലാവധി ഈ നിയമത്തിലുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഉത്തരവാദിത്തമുള്ള ഗവൺമെൻറ്റിനെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമം തുടക്കമിട്ടത്. 10 വർഷം സൈമൺ കമ്മീഷൻ പുനഃസംഘടിപ്പിക്കുകയും 1928 സൈമൺ കമ്മീഷൻ, ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ജോൺ സൈമണിൻ്റെ അധ്യക്ഷതയിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ 7 അംഗങ്ങൾ ഒരു സംഘമായി ഇവിടെ ഇന്ത്യയിൽ വരികയും ചെയ്തു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ് ഇന്ത്യക്കായിട്ടൊരു ഭരണഘടന കൊണ്ടുവരാൻ കാരണമായത്. 1880 1890 ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചു, ഗാന്ധി റെസ്പോൺസിബിൾ ഗവൺമെൻറ്. പക്ഷേ നാഷണൽ മൂവ്മെൻറ്റുകൾ 20th സെഞ്ച്വറി ആയപ്പോൾ നാഷണൽ മൂവ്മെൻറ്റുകൾ സെൽഫ് ഡിറ്റർമിനേഷന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്ന് വെച്ചാൽ ഇവിടെ കോൺഗ്രസ് ലീഗ് പാക്ട് 1916 വരികയുണ്ടായി. എന്താണ് ഉദ്ദേശമെന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ റീഫോംസ്. ലീഗ് ഡിമാൻഡ് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷൻ റീഫോംസ്, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ റീഫോം ചെയ്യണമെന്നായിരുന്നു. 1919 മിൻറ്റോഗോ ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരങ്ങൾ കഴിഞ്ഞതിന് ശേഷം 1925
എന്താണ് ഇത് കോമൺവെൽത്ത് ഇന്ത്യ ബിൽ പാസ്സാക്കി. ഇന്ത്യക്കാർ രൂപീകരിച്ച ഒരു ഭരണഘടനയിൽ ഇന്ത്യക്കാർ ഭരിക്കപ്പെടേണ്ട സമയമാണിതെന്ന് വിശ്വസിച്ചിരുന്ന ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ 1924 ഏപ്രിൽ നാഷണൽ കൺവെൻഷനാണ് കോമൺവെൽത്ത് ഇന്ത്യ ബിൽ 1925 ആദ്യമായി തയ്യാറാക്കിയത്. തേജ് ബഹദൂർ സുപ്രുവിൻ്റെ ചെയർമാൻ കൺവെൻഷനിൽ 256 അംഗങ്ങളുണ്ടായിരുന്നു. അവരിൽ ഭൂരിഭാഗം നിയമസഭാ അംഗങ്ങളുമായിരുന്നു. 1924 ഡിസംബറിൽ കൺവെൻഷൻ വീണ്ടും ബോംബെയിൽ യോഗം ചേർന്നു. ബിൽ ഭേദഗതി ചെയ്ത് കരട് 1925 ആനി ബസന്റ് ചെയർപേഴ്സണായിരുന്ന എല്ലാ പാർട്ടികളുടെയും സമ്മേളനം നിയമിച്ചു. ഒരു ഉപസമിതിക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഉപസമിതി നിരവധി ഭേദഗതികൾ വരുത്തി 1925 ഏപ്രിൽ ദേശീയ കൺവെൻഷനിൽ ഇവ പരിഗണിച്ചു. 16 അധ്യക്ഷൻ 127 ആർട്ടിക്കിളുകൾ കൊണ്ടുവന്നു. 16 അധ്യായങ്ങളും 127 ആർട്ടിക്കിളുമായി 17 അധ്യായങ്ങളും 127 ആർട്ടിക്കിളുമായി ഒരു സമ്പൂർണ്ണ ഭരണഘടന പോലെയായിരുന്നു. ഒരു ഭരണഘടനാ രേഖയിൽ ഒരാൾ പ്രതീക്ഷിക്കുന്ന മിക്കവാറും എല്ലാ വിഷയങ്ങളുടെയും അത് സ്പർശിച്ചിരുന്നു. അതുപോലെ 1895 ഇന്ത്യൻ ഭരണഘടനാ ബില്ലെന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു വിഭാഗം ഉണ്ടാക്കിയിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ലിംഗസമത്വം, വിവേചനമില്ലായ്മ, അവകാശം ഭൂരിഭാഗവും നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരുന്നു. വരുമാനത്തെക്കുറിച്ച്, ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചും വിദ്യാഭ്യാസം ബില്ല് പരിധിയിൽ ബ്രാഞ്ചസുകളുടെ പരിധിയിൽ കൊണ്ടുവരണമെന്നും ഇത് പരാജയപ്പെട്ടു. ഈ ബില്ല് പരാജയപ്പെട്ടു. 1895 ബില്ല് പരാജയപ്പെടുകയാണ് ചെയ്തത്. പിന്നെ ഇവർ നാഷണൽ ഡിമാൻഡ് കൊണ്ടുവന്നു. നാഷണൽ ഡിമാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സെൻട്രൽ അസംബ്ലിയിൽ നമ്മുടെ ആവശ്യം എന്താണ്, ദേശത്തിൻ്റെ ആവശ്യം എന്താണ്? സ്വാതന്ത്ര്യം കിട്ടുക, സ്വന്തമായ ഒരു ഭരണഘടന ഉണ്ടാക്കുക. അതിന് സൈമൺ കമ്മീഷൻ നവംബർ 1927 ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് കൊണ്ടുവരാൻ സന്നദ്ധനായിരുന്നു. 1928 മോത്തിലാൽ നെഹ്റു ചെയർമാനായിക്കൊണ്ട് ഓൾ പാർട്ടീസ് കോൺഫറൻസ് അപ്പോയിൻറ്റ് ചെയ്തു. ഈ ഓൾ പാർട്ടി കോൺഫറൻസിലാണ് ഇവരിത് വെച്ചത്. നെഹ്റു റിപ്പോർട്ട്. അതുപോലെ തന്നെ 1928 ഓഗസ്റ്റ് 28 തീയതി നെഹ്റു റിപ്പോർട്ടും കൊണ്ടുവന്നു. അതിൽ നെഹ്റു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഓൾ പാർട്ടി കോൺഫറൻസ് തയ്യാറാക്കിയ ഒരു മെമ്മോറാണ്ടമായിരുന്നു 1928 നെഹ്റു റിപ്പോർട്ട്. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് പുതിയ ഡൊമിനിയൻ പദവിയും ഫെഡറൽ ഗവൺമെൻറ് സംവിധാനവും വേണമെന്ന അഭ്യർത്ഥിക്കുന്നതായിരുന്നു ഈ തയ്യാറാക്കിയ റിപ്പോർട്ട്. നിയമസഭകളിൽ ന്യൂനപക്ഷങ്ങൾക്ക് സീറ്റുകൾ സംവരണം ചെയ്യുന്ന സംയുക്ത നിയോജക മണ്ഡലങ്ങൾക്കും ഇത് നിർദ്ദേശിച്ചു. നെഹ്റു റിപ്പോർട്ടിലെ ശുപാർശകൾ അംഗീകരിക്കാൻ ബ്രിട്ടീഷുകാർക്ക് 1 വർഷത്തെ സമയം നൽകണമെന്ന് പറയുന്ന MK ഗാന്ധി ഒരു പ്രമേയം അവതരിപ്പിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുമെന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് 1934 MN റോയി ആണ്. എന്നിരുന്നാലും യഥാർത്ഥ ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത് 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് രൂപീകരിച്ചത് തന്നെ. നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പ്രമുഖ നേതാക്കൾ പൂനെയിൽ വെമ്മിളിച്ച ഭരണഘടനാ പരിഷ്കാരത്തിനായി മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ ഉൾപ്പെടുന്ന ഒരു സംഘം കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. അതിൻ്റെ ഫലമായി മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ 1928 ഓഗസ്റ്റിൽ പൂർത്തിയാക്കപ്പെട്ട റിപ്പോർട്ടാണ് ഇന്ത്യക്ക് ഭരണഘടനാപരമായ ചട്ടക്കൂട് വിഭാവനം ചെയ്തത്. ആദ്യ ശ്രമമായിരുന്നു ഈ റിപ്പോർട്ട്. ഇത് പ്രകാരം ഇന്ത്യക്കാരുടെ അടുത്ത ലക്ഷ്യം പുത്രികാ രാജ്യ പദവിയാണെന്ന് പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശമുള്ള ഒരു മതേതര രാഷ്ട്രമാണ് നെഹ്റു റിപ്പോർട്ട് വിഭാവനം ചെയ്തത്. അവശിഷ്ടാധികാരങ്ങൾ കേന്ദ്രത്തിൽ നൽകണമെന്നും പ്രവിശ്യകൾ രൂപവൽക്കരിക്കുന്നതിന് ഭാഷാടിസ്ഥാനത്തിലായിരിക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിച്ചു. അതുപോലെ സുപ്രീം കോർട്ട് വേണമെന്നും മൗലിക അവകാശങ്ങൾ വേണമെന്നും നെഹ്റു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബോയ്ക്കോട്ട് വന്നപ്പോൾ, ബഹിഷ്കരണം വന്നപ്പോൾ സൈമൺ കമ്മീഷൻ നെഹ്റു റിപ്പോർട്ട് ഫോളോ ചെയ്തായിരുന്നു. 1930 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് ആയിരുന്നു അത്. അന്ന് ഡിക്ലെയർ ചെയ്തതിൻ്റെ പേരിലാണ് സൈമൺ ഇത് അംഗീകരിച്ചത്. അതുപോലെ 1934 ഈ ഡിമാൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ കൊണ്ടുവരികയും ഇത് ഇലക്ഷൻ ഇത് 1936 അത് ഇലക്ഷൻ ആവുകയും ചെയ്തു.
അതിൽ കോൺഗ്രസ്സിൽ മെജോറിറ്റി സീറ്റ് കിട്ടുകയും അത് 7-11 പ്രൊവിൻസുകൾ ഇത് തീരുമാനിക്കുകയും മിനിസ്റ്റേഴ്സിനെ തീരുമാനിക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഇതിലെ ലീഡേഴ്സുകൾ ദേ വെയർ നോട്ട് റെഡി അക്സെപ്റ്റ് ദ എക്സിസ്റ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്. അവർ അതിനോട് യോജിച്ചില്ലായിരുന്നു. അങ്ങനെ 1937 ഫെബ്രുവരി 28 ആയപ്പോൾ ഇവർ തീരുമാനിച്ചു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആസ് സൂൺ ആസ് എ പോസിബിൾ ആണെന്ന്. അവരുടെ ഡിമാൻഡ് അംഗീകരിച്ച് റിമൈൻഡ് ദ ലെജിസ്ലേറ്റീവ് ഓഫ് ദ ഡിമാൻഡ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ആസ് സൂൺ ആസ് എ പോസിബിൾ. 1937 നെഹ്റു പ്രസിഡന്റ് ലെജിസ്ലേച്ചർ എന്ത് ചെയ്തു? അസംബ്ലി റിജക്റ്റ് ചെയ്തു. 1935 ആയപ്പോൾ നമ്മുടെ ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ഡിമാൻഡുകൾ അംഗീകരിക്കുന്ന ഒരു ആക്റ്റാണ് 1935 കൊണ്ടുവന്നത്. അതിൽ നിന്ന് കടമെടുത്തതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദ കോൺഗ്രസ് പ്രൊവിൻസ് വാണ്ടഡ് ദ ഗവൺമെൻറ് ഇന്ത്യ ആക്ട് 1935 റീപ്ലേഡ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫ്രീ ഇന്ത്യ. അതിൽ നിന്ന് നമുക്ക് 1935 ഗവൺമെൻറ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് നമുക്ക് ഫ്രീ ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ, അതിനെ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് പറ്റിയത്. 1937 സെപ്റ്റംബർ 17 അസംബ്ലിയിൽ എന്ത് ചെയ്തു? അഡൽട്ട് ഫ്രാഞ്ചൈസി, പ്രായപൂർത്തി വോട്ടവകാശം കൊണ്ടുവന്നു. അങ്ങനെ സെൻട്രൽ അസംബ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തു റെസൊല്യൂഷൻ റെക്കമെൻഡ് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ആക്ട് 1935 പ്രകാരം. ഹരിപുര സെക്ഷനിൽ വെച്ച് കോൺഗ്രസിൻ്റെ ഡിമാൻഡുകൾ അവർ റിപ്പീറ്റ് ചെയ്തു. ഇത് എങ്ങനെയാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഹരിപുര സെക്ഷനിൽ വെച്ചാണ്. 1940 ആയപ്പോഴത്തേക്കും ഓഗസ്റ്റ് ഓഫർ കൊണ്ടുവന്നു. ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് വേൾഡ് വാർ നടക്കുന്നത്, സെക്കൻഡ് വേൾഡ് വാർ 39-45 കാലഘട്ടം. അപ്പോൾ ഈ വേൾഡ് വാറിൽ ഇന്ത്യക്കാരുടെ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് കൊണ്ടുവന്ന ഒരു ഓഫറായിരുന്നു ഓഗസ്റ്റ് ഓഫർ. അതിൽ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാമെന്നും അതിനുള്ള അവകാശം കൊടുക്കാമെന്നും എല്ലാം അതിൽ പറയുന്നുണ്ട്. 1940 ഓഗസ്റ്റ് ഓഫർ എന്താണെന്ന് വെച്ചാൽ 1940 ഓഗസ്റ്റിൽ 8 ഈ വാഗ്ദാനം നടത്തിയത് ലിൻ ലിത്തോപ്രഭു ആയിരുന്നു. ആഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് ഡൊമിനിയൻ പദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. കോൺഗ്രസും മുസ്ലിം ലീഗും ഈ വാഗ്ദാനങ്ങൾ എതിർക്കുകയും ചെയ്തായിരുന്നു. അപ്പം ഡൊമിനിയൻ പദവി, ആഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യൻ ഡൊമിനിയൻ പദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടന നിർമ്മാണം രൂപവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നൽകിയത് ഓഗസ്റ്റ് ഓഫർ പ്രമാണി. എന്നാൽ 1942 ക്രിപ്സ് മിഷൻ ഇവിടെ വരികയുണ്ടായി. ക്രിപ്സ് മിഷൻ വന്നപ്പോൾ അത് പരാജയപ്പെട്ടു. ക്രിപ്സ് മിഷൻ വൻ പരാജയം. ക്രിപ്സ് മിഷൻ 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ ഇവിടെ വന്നു. അതിൻ്റെ ചെയർമാൻ സർ സ്റ്റഫോർഡ് ക്രിപ്സുമായിരുന്നു. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കലഹരണപ്പെട്ട ചെക്ക് എന്നാണ് ഗാന്ധിജി ഈ ക്രിപ്സ് മിഷനെ തന്നെ വിശേഷിപ്പിച്ചത്. മുസ്ലിം ലീഗ് ക്രിപ്സ് മിഷനെ അംഗീകരിക്കാത്തതിന് കാരണം പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനാലായിരുന്നു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് 1945 ഏപ്രിൽ 12 ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. ഇതിൻ്റെ അനന്തരഫലമായി ഉണ്ടായതാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം ഹരിജൻ ദിനപത്രമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ബോംബെ സമ്മേളനവുമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവയിലെ ടാങ്ക് മൈതാനത്ത് വെച്ചായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ടതോടെ ഗോവയിലെ ടാങ്ക് മൈതാനം അറിയപ്പെട്ടിരുന്നത് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് നെഹ്റു ആയിരുന്നു. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹ്റുലലിയുമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത്. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം അവതരിപ്പിക്കുകയും ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം 1942 ഓഗസ്റ്റ് 9 അതുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9 അതുപോലെ തന്നെയാണ് ലേബർ പാർട്ടി 1945 കൊണ്ടുവന്ന വൈസ്രോയി ലോർഡ് വേവൽ ഈ ലേബർ പാർട്ടിയുമായിട്ട് ഫ്രഷ് അറ്റംപ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ 1945 സെപ്റ്റംബർ 19 അദ്ദേഹം പ്രോമിസ്ഡ് ചെയ്തു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ബോഡി ലേബർ പാർട്ടിയുടെ വൈസ്രോയി ഓഫ് ലേബർ പാർട്ടി ഇൻ ജൂലൈ 1945 ദ ഇനിഷ്യേറ്റഡ് ഫ്രഷ് അറ്റംപ്റ്റ്. ലോർഡ് ലിംഗ്ലിത്തോപ്രഭു ലോർഡ് വേവൽ പറഞ്ഞു. അദ്ദേഹം ഒരു വേവൽ പ്ലാനും കൊണ്ടുവരികയുണ്ടായി. വേവൽ പ്ലാൻ കൊണ്ടുവരാൻ കാരണം
ആ സമയത്ത് ഹിന്ദുക്കൾ ഇത് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഫലമായിട്ട് ഈ ഇന്ത്യയിലുള്ള ഈ ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനും മറ്റെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ ഇതിനൊരു. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അവരുടെ നിയമനിർമ്മാണം, അവരുടെ ഭരണഘടന ഒന്ന് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി, കാരണം കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നത്തിൽ അവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ താറുമാറായിപ്പോയി അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആ ഭരണഘടന ഒന്ന് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് വേവൽ പ്ലാൻ കൊണ്ടുവന്നത്. അങ്ങനെ അവസാനം വേവൽ പ്രഭു സമ്മതിച്ചു. എന്ത് ചെയ്തു? നമുക്കൊരു ഭരണഘടന, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ബോഡി പ്രോമിസ് ചെയ്തു. അങ്ങനെ 1946 ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് ഗവർണർ എന്ത് ചെയ്തു? ക്യാബിനറ്റ് മിഷനെ ഇവിടെ പറഞ്ഞു വിട്ടു. ഇവിടെ നമ്മുടെ ഇന്ത്യയിലേക്ക് ക്യാബിനറ്റ് മിഷനെ പറഞ്ഞു വിട്ടു. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ത്യയെക്കുറിച്ച് പഠിച്ച് ഒരു ക്യാബിനറ്റ് മിഷൻ, ഒരു ഇന്ത്യ ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി ക്യാബിനറ്റ് മിഷനെ പറഞ്ഞു വിട്ടു. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇവിടെ വന്നു. അധികാര കൈമാറ്റ ചർച്ചകൾ ഇന്ത്യൻ നേതാക്കളുമായി നടത്തി. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1946 ആയിരുന്നു. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പൊത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷന്റെ പ്രധാന ശുപാർശ ഇന്ന് ഇടക്കാല ദേശീയ ഗവൺമെൻറ് രൂപീകരിക്കൽ എന്നതായിരുന്നു. ഇടക്കാലത്തേക്ക് വേണ്ടിയുള്ള ദേശീയ രൂപീകരണമായിരുന്നു. 1946 വന്ന ഇടക്കാല ഗവൺമെൻറ് നേതൃത്വത്തിൽ നൽകിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1946 ക്യാബിനറ്റ് മിഷനെ നിയമിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയുമായിരുന്നു. 1946 നാവികകലാപം നടക്കുന്നത്. നാവികകലാപത്തിൽ സാക്ഷ്യം വഹിച്ച യുദ്ധക്കപ്പൽ HMS ദയാൽവർമ്മയായിരുന്നു. നാവികകലാപം നടത്തുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭുവുമായിരുന്നു. എന്നാൽ അപ്പം ക്യാബിനറ്റ് മിഷൻ ഇവിടെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ക്യാബിനറ്റ് മിഷൻ ഇവിടെ വന്നു, ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച നടത്തി. എങ്കിലും ക്യാബിനറ്റ് മിഷൻ്റെ സജസ്റ്റുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് റെപ്രസെൻറ്റേറ്റീവ് ദ ചെയർമാൻ ഷുഡ് ഡിവൈഡ് ഇൻ 2 സെക്ഷൻസ്. അത് 2 സെക്ഷനായിട്ട് ചെയ്തു. അതിൻ്റെ അത് എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പ്രോവിൻസ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അത് റിജക്റ്റ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർമേഷൻ അസംബ്ലി ഉണ്ടായി. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്നതിനെ അറിയപ്പെടുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അസംബ്ലിയിൽ 38 മെമ്പേഴ്സുമാരുണ്ടായിരുന്നു. 389 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഉണ്ടായിരുന്നത് 389 മെമ്പേഴ്സുമാരും 296 ബ്രിട്ടീഷ് ഇന്ത്യനും 93 പ്രിൻസ്ലി സ്റ്റേറ്റും നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഉണ്ടായിരുന്നത് 389 മെമ്പർമാരാണ്. അതിൽ 296 ബ്രിട്ടീഷ് ഇന്ത്യയിലും 93 പേര് നാട്ടുരാജ്യങ്ങളിലുമായിരുന്നു, പ്രിൻസിലി സ്റ്റേറ്റുകളിലുമായിരുന്നു. ഈ ഇലക്ഷൻ ഹെൽഡ് ചെയ്തത് ഓഗസ്റ്റിലാണ്. 1946 ഓഗസ്റ്റിലാണ് ഈ ഇലക്ഷൻ ഹെൽഡ് ചെയ്തത്. ഇത് കോൺഗ്രസ്സിന് വിജയം നൽകി. 208 സീറ്റോടുകൂടി കോൺഗ്രസ് വിജയിക്കുകയും മുസ്ലിം ലീഗ് 73 സീറ്റോടുകൂടി അവർക്ക് 73 സീറ്റ് കിട്ടുകയും മുസ്ലിം സീറ്റ് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നോട്ട് ബേസ്ഡ് ഓൺ ദ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഇത് പ്രായപൂർത്തി വോട്ടവകാശത്തിനില്ല, അതിൻ്റെ ഒരു ബേസ് ഇല്ലായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? മുസ്ലിം ലീഗ് റെഫ്യൂസ് ചെയ്തു. ഡെലിബറേഷനും നടത്തി. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി സമോൺ ദ ഫസ്റ്റ് ആനുവൽ സെക്ഷൻ 9 ഡിസംബർ 1946. 1946 ഡിസംബർ 6-ാം തീയതി അവർ ഒരു ചെറിയ രീതിയിൽ കൂടിയെങ്കിലും 1946 ഡിസംബർ 9-ാം തീയതി ആയപ്പോൾ താൽക്കാലികമായി ഒരു പ്രസിഡന്റിനെ നിയോഗിച്ചു. സച്ചിദാനന്ദ സിൻഹയെ നിയോഗിച്ചുകൊണ്ട് അവർ ആദ്യത്തെ സമ്മേളനം കൂടുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് 207 മെമ്പേഴ്സ് 207 മെമ്പേഴ്സുകൾ അറ്റൻഡ് ചെയ്തു ഫസ്റ്റ് സെക്ഷനിൽ. മുസ്ലിം ലീഗ് റെഫ്യൂസ് ജോയിൻ ദ സെക്ഷൻ. മുസ്ലിം ലീഗ് റെഫ്യൂസ് ചെയ്തു. ഇതിൻ്റെ അനന്തരഫലം എന്ന് പറയുമ്പോൾ കോൺസിക്വൻ്റലി ദ 76 മുസ്ലിംസ് മെമ്പേഴ്സ് സ്റ്റേഡ് അവേ ഫ്രം ദ സെക്ഷൻ. അങ്ങനെ 1946 ഡിസംബർ 11-ാം തീയതി രാജേന്ദ്ര പ്രസാദിനെ എന്ത് ചെയ്തു? ഒരു സ്ഥിരം ഒരു പ്രസിഡൻ്റാക്കി അവർ ഇത് പ്രഖ്യാപിക്കുകയും 1946 ഡിസംബർ 13-ാം തീയതി ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം പാസ്സാക്കി. അത് ഫേമസ് ആയ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആയിരുന്നു. അത് പ്രകാരം
1947 ജനുവരി 22 സെക്ഷനിൽ അത് നമ്മളെ എന്ത് ചെയ്ത് 22 സെക്ഷനിൽ അത് പാസ്സാക്കുകയും ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ്സാക്കുകയും ചെയ്തു. 3rd സെക്ഷനിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ 28 ഏപ്രിൽ മെയ് 1947 മുസ്ലിം ലീഗ് എന്ത് ചെയ്തു, ഇതിൽ സ്റ്റിൽ ഡിഡ് നോട്ട് ജോയിൻ, മുസ്ലിം ലീഗ് ഇതിൽ ജോയിൻ ചെയ്തില്ല. 1947 ജൂൺ 3 മൗണ്ട് ബാറ്റൺ പ്ലാൻ കൊണ്ടുവന്നു. മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. 1947 ജൂൺ 3 1947 3 അല്ലെങ്കിൽ ജൂൺ പ്ലാൻ എന്നറിയപ്പെടുന്നു. മൗണ്ട് ബാറ്റൺ പ്ലാനിന് ജൂൺ പ്ലാൻ എന്നും അറിയപ്പെടുന്നു. എന്താണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ, VP മേനോൻ്റെ സഹായത്തോടെ മൗണ്ട് ബാറ്റൺ തൻ്റെ പദ്ധതി തയ്യാറാക്കി. മൗണ്ട് ബാറ്റൺ പദ്ധതി അനുസരിച്ച് ഇന്ത്യയെ എന്നും പാകിസ്ഥാനും 2 വ്യത്യസ്ത രാജ്യങ്ങളായി വിഭജിച്ചു. ഇന്ത്യയെ ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും വിഭജിക്കാനുള്ള മൗണ്ട് ബാറ്റൻ്റെ പദ്ധതിയാണ് ബാൾക്കൻ പദ്ധതി എന്നറിയപ്പെടുന്നത്. അപ്പം 1947 ജൂൺ 3 മൗണ്ട് ബാറ്റൺ പദ്ധതി 2 കക്ഷികളും ഔപചാരികമായി അംഗീകരിച്ചു. ആര്? മുസ്ലിം ലീഗും കോൺഗ്രസും. ഇന്ത്യയെ വിഭജിച്ച് അധികാരം കൈമാറാനുള്ള പദ്ധതി ജൂൺ 3 പദ്ധതി, മൗണ്ട് ബാറ്റൺ പദ്ധതി എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇന്ത്യയെ വിഭജിച്ച് അധികാരം കൈമാറുക, അതേ പറ്റുള്ളൂ, വേറെ നടക്കൂല, അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു കലാപം നടക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ വിഭജിച്ച് അധികാരം കൈമാറാനുള്ള പദ്ധതിയാണ് ജൂൺ 3 പദ്ധതി, അല്ലെങ്കിൽ ബാൾക്കൻ പദ്ധതി, അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൺ പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത്. 1947 ജൂൺ 22 ഇന്ത്യയുടെ ചക്രവർത്തി എന്ന പദവി ബ്രിട്ടീഷ് രാജാവ് ജോൺ 6 ഔദ്യോഗികമായി ഒഴിയുകയും ചെയ്തു. അപ്പോൾ ഈ സമയത്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ആക്ട് 1947 ജൂലൈ 18 ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അനുസരിച്ച് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ സ്വതന്ത്ര ഡൊമിനിയൻ നിലവിൽ വന്നു. ജിന്ന ഗവർണർ ജനറൽ ലിയാഖത്ത് അലി ഖാൻ പ്രധാനമന്ത്രിയുമായി പാകിസ്ഥാൻ മൗണ്ട് ബാറ്റൺ പ്രഭു ആഗസ്റ്റ് 14 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഡൊമിനിയൻ്റെ ഗവർണർ ജനറൽ 1947 ഓഗസ്റ്റ് 15 മൗണ്ട് ബാറ്റൺ പ്രഭു സത്യപ്രതിജ്ഞ ചെയ്തു. 1950 ജനുവരി 26 പുതിയ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി തീരുകയും ചെയ്തു. 1948 സർ സി രാജഗോപാലാചാരി ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറലായി മാറി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ അവസ്ഥത്തിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഒരു 5 സ്റ്റേജ് കൊണ്ടുവന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അവർ കമ്മിറ്റിയിൽ ചോദിച്ചിട്ടുള്ള പ്രസൻറ്റ് റിപ്പോർട്ട്സുകൾ, ബേസിക് ഇഷ്യൂകൾ, അതുപോലെ BN റാവു ആണ് പറഞ്ഞത് നമുക്കൊരു ഭരണഘടന വേണമെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബേസിൽ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്ന്. പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ പ്രസൻറ്റ് ചെയ്തത്. അദ്ദേഹം ആയിരുന്നു അതിൽ പബ്ലിഷ് ചെയ്തത്. പബ്ലിക് ഡിസ്കഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഡിസ്കസ് ചെയ്തു. അതുപോലെ ഡ്രാഫ്റ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡിസ്കസ്ഡ് ആൻഡ് പ്രപ്പോസ്ഡ് അമെൻമെൻറ്റുകൾ അദ്ദേഹം അതിൽ ഡ്രാഫ്റ്റിംഗ് കമ്മീഷൻ ചർച്ചയിൽ കൂടി അമെൻമെൻറ്റ്സുകൾ പ്രപ്പോസ് ചെയ്തു. അഡോപ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ 1948 നവംബർ 4 ഫസ്റ്റ് റീഡിംഗ് നടന്നു. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫസ്റ്റ് റീഡിംഗ് നടന്നു. ആ അസംബ്ലിയിൽ BR അംബേദ്കർ ആയിരുന്നു അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. അദ്ദേഹമാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സെക്കൻഡിൽ ആ ഡ്രാഫ്റ്റിംഗ് കമ്പനി 1948 നവംബർ 15 4 ഫസ്റ്റ്, 15 നവംബർ 15 രണ്ടാമത്തെ സെക്ഷൻ അവസാനം 1949 ഒക്ടോബർ 17 അത് എൻഡ് ചെയ്തു. ഡ്യൂറിങ് ദിസ് പീരീഡ്, ഈ സമയത്ത് അമെൻമെൻറ്റുകൾ പ്രപ്പോസ് ചെയ്തു, ഡിസ്കസും ചെയ്തു. അതുപോലെ 3rd റീഡിങ്ങിലായിരുന്നു 1949 നവംബർ 14 ആണ് ഡ്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പാസ് ചെയ്തത് 1949 നവംബർ 26 ആയിരുന്നു. അങ്ങനെ 299 മെമ്പർമാരോടുകൂടി അസംബ്ലി 284 മെമ്പറോട് കൂടി കോൺസ്റ്റിറ്റ്യൂഷൻ സൈൻ ചെയ്യുകയും ചെയ്തു. 299 മെമ്പേഴ്സും അസംബ്ലിയിലുണ്ടായി. 284 മെമ്പർ സൈൻ ചെയ്യുകയും ചെയ്തു കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഇനി നമുക്കിതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫീച്ചേഴ്സുകളാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റിസ് SM സിക്രി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സുകൾ എന്താണ്? റിപ്പബ്ലിക്കൻ, ഡെമോക്രാറ്റിക് ഫ്രം ഗവൺമെൻറ്, the secular features of the constitution, the detachment of the powers between legislature, executive and judiciary and the federal structure. അപ്പോൾ ഇതിൽ നമുക്ക് ലെജിസ്ലേറ്റീവ് ഉണ്ട്, നിയമസഭകളുണ്ട്, എക്സിക്യൂട്ടീവ് ഉദ്യോഗവൃന്ദങ്ങളുണ്ട്, ജുഡീഷ്യറി ഭരണ സംവിധാനങ്ങളും ഫെഡറൽ സ്ട്രക്ചേഴ്സുകളും നമുക്കുണ്ട്.
അപ്പം ഇത് എന്താണ് ജുഡീഷ്യറി ഉദ്ദേശിക്കുന്നത്, കോടതികളും നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക്, അതുപോലെ ഫെഡറൽ സ്ട്രക്ചർ നമുക്ക്, അങ്ങനെയുള്ളൊരു സ്ട്രക്ചർ നമുക്കുണ്ട്. ഇതാണ് ശരിക്കും നമുക്ക് ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ഫെഡറൽ സ്ട്രക്ചറാണ് നമുക്കുള്ളത്. അങ്ങനെ ഇത് ഫ്രീ ആയിട്ട് ഫെയർ ഇലക്ഷൻ ഫീച്ചേഴ്സുകളുണ്ട്. അത് താഴെ കൊടുക്കുന്ന എന്തൊക്കെയാണ്, നമുക്കൊരു വ്യക്തിക്ക് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നാഷൻ, ഇക്വാളിറ്റി, പിന്നെ അതുപോലെ തന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, ഒരു തുല്യതയുണ്ട്, സാമ്പത്തികമായും സാമൂഹികമായും നീതിയുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമുക്ക് മൗലിക അവകാശങ്ങളുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പോളിസി, കടമകളും കടപ്പാടുകളുമുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എക്സെട്ര. പിന്നെ നമുക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു നീതിന്യായ വകുപ്പുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. അതിൽ നമുക്ക് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ലിസ്റ്റഡ് ബിലോ. വെരി ഇമ്പോർട്ടൻ്റ് ആണിത്. ലെജിസ്ലേറ്റീവ് നമുക്ക് ലെങ്തി ആയിട്ടുള്ള നമ്മുടെ എഴുതപ്പെട്ട വലിയൊരു ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കറൻ്റിലി നമുക്ക് ആദ്യമുള്ളത് ഒരു പ്രിയാമ്പിൾ, ഒരു ആമുഖമുണ്ട്. ആദ്യം നമുക്ക് തുടക്കത്തിൽ 470 ആർട്ടിക്കിളും 12 ഷെഡ്യൂൾ, ആദ്യം 12 8 ഷെഡ്യൂളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് 12 ഷെഡ്യൂളായി, ഭേദഗതി കൂടെ ബാക്കി 4 വരികയാണ് ചെയ്തത്. പിന്നെ നമുക്ക് 25 പാർട്സുകളുണ്ട്. ആദ്യം 22 ഉള്ളായിരുന്നു, അതിപ്പോൾ 25 ഉണ്ട്. അങ്ങനെ 570 ആർട്ടിക്കിളും ഒരു പ്രിയാമ്പിളും 12 ഷെഡ്യൂളുകളും 25 പാർട്ടുകളോടും കൂടി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഫോർ ഗവൺമെൻറ് ആൻഡ് ഡീറ്റെയിൽഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻസ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സുകൾ നോക്കാം. ഇത് ഒന്നാമത്തതായിരുന്നു. രണ്ടാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ വേരിയസ് സോഴ്സുകളെ കുറിച്ചാണ് അതിൽ പറയുന്നത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം BR അംബേദ്കർ റിമാർക്ക് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷനാണ് അതിൻ്റെ ഫ്രെയിംഡ് ആഫ്റ്റർ റാൻസാക്കിങ് കോൺസ്റ്റിറ്റ്യൂഷൻ. ദ റാൻസാക്കിങ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ശരിക്കും കടമെടുത്ത ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്പയർഡ്. നമുക്ക് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്കെന്തൊരു പ്രചോദനമായിരുന്നു. മൗലിക അവകാശങ്ങൾ, ഡയറക്റ്റ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പോളിസി ആയിരുന്നെങ്കിൽ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുത്തതാണ്. പൊളിറ്റിക്കൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടേക്കൺ ഫ്രം ദ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ബ്രിട്ടീഷ് സിറ്റിസൺ എടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. അങ്ങനെ ഓരോ രാജ്യത്തു നിന്നും, നമ്മൾ കാനഡയിൽ നിന്നും, ആസ്ട്രേലിയയിൽ നിന്നും, ജർമ്മനിയിൽ നിന്നും, ഫ്രാൻസിൽ നിന്നും, റഷ്യയിൽ നിന്നും, അങ്ങനെ എക്സെട്ര ഒത്തിരി രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും അവരുടെ നല്ല സംഭവങ്ങൾ നമ്മൾ ഇങ്ങോട്ട് കടമെടുത്താണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന് റിജിഡും ഉണ്ട്, ഫ്ലെക്സിബിളും ഉണ്ട്. റിജിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്പെഷ്യൽ പ്രൊസീജിയേഴ്സുകൾ, അമെൻഡ്മെൻറ്റുകളൊക്കെയാണ് നമ്മൾ റിജിഡ് പെടുത്തുന്നത്. എന്നാൽ ഫ്ലെക്സിബിൾ ആണെങ്കിലോ അമെൻമെൻറ്റ് ലൈക്ക് ഓർഡിനറി ലായകളാണ്. പിന്നെ നാലാമത്തത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ദ ഫെഡറൽ സിസ്റ്റം. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ എന്താണ്? 2 ഗവൺമെൻറ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. നമുക്ക് 2 ഗവൺമെൻറ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്. 28 സംസ്ഥാനങ്ങളിൽ ഗവൺമെൻറ് ഉണ്ട്, അതാണ് നിയമസഭകളുള്ളത്. പിന്നെ നമ്മൾ ഗവൺമെൻറ് എവിടെയാണ്? പാർലമെൻറ്റിലാണ്. ലോകസഭ, രാജ്യസഭ, പ്രസിഡൻറ്റ്, ഇതാണ് നമ്മളെ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അതുപോലെ ഈ ഡിവിഷനിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് സൂപ്രമസി ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റിജിഡിറ്റി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ബൈ ക്യാമറലിസം ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. അപ്പോൾ നമുക്ക് സ്വതന്ത്രമായിട്ട് നീതിന്യായ വകുപ്പ് എല്ലാം ഉണ്ട്. ഇനി ഹൗവർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൾസോ കണ്ടെയ്ൻ നോൺ ഫെഡറൽ യൂണിറ്ററി ഫീച്ചേഴ്സ് ലൈക്ക് സ്ട്രോങ് സെൻറ്ററാണ്, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെയാണ് നമ്മളത്. അടുത്തത് നമ്മൾ പറയുന്നത് ആറാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബേസ് ഓഫ് ദ പാർലമെൻ്ററി ഗവൺമെൻറ്. പാർലമെൻ്ററി ബേസിൽ അത് ഞാൻ പറഞ്ഞത്, നമുക്ക് പാർലമെൻ്റ് എന്ന് ലോകസഭയും രാജ്യസഭയും പ്രസിഡൻറ്റും ചേർന്നതാണ് നമ്മളെ പാർലമെൻ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നമ്മളെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ നമുക്ക് എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞത്? ലെജിസ്ലേറ്റീവ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്. നമുക്ക് നിയമനിർമ്മാണ സഭയുണ്ട്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഉദ്യോഗ വൃന്ദങ്ങളുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയാണ് നമ്മളെ പാർലമെൻറ്റ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ എന്താ? മെജോറിറ്റി പാർട്ടി റൂൾസ് കൺട്രി. ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഏത് പാർട്ടിക്കാണോ കിട്ടുന്നത് അവരായിരിക്കും നമ്മളെ റൂള് കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ റൂൾസ്, രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നത്. അപ്പം നമ്മളെ ഭരിക്കുന്നത് ആര്? പ്രധാനമന്ത്രിയാണ് നമ്മളെ ഭരിക്കുന്നത്. പക്ഷെ ഒപ്പിടണത് ആര്? പ്രസിഡൻ്റ് ആയിരിക്കും. പ്രഥമ പൗരൻ എന്ന് പറയുന്നത് പ്രസിഡൻ്റ് ആയിരിക്കും.
അതുപോലെ തന്നെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആരുടെ എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേറ്ററിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും കളക്റ്റീവ് പ്രതികരണമാണ് എന്തായി മാറുന്നത് നമ്മുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ ഏഴാമത്തത് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ദ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറി, സ്വതന്ത്രമായിട്ട് നിയമനിർമ്മാണ സഭ ആണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് കോർട്ടുണ്ട്, ഹൈക്കോർട്ട് 25 ഹൈക്കോർട്ടുണ്ട്, ഒരു സുപ്രീം കോടതിയുണ്ട്. അപ്പോൾ സുപ്രീം കോർട്ട് ഈസ് ദ ഹയസ്റ്റ് അപ്പീൽ. ഏറ്റവും വലിയ അപ്പീലുകൾ സ്വീകരിക്കുന്നതും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും എല്ലാം സിറ്റീസനെ ആയാലും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഏത് വകുപ്പാണെന്ന് വെച്ചാൽ സുപ്രീം കോടതിയാണ്. ഹൈക്കോടതിയിൽ തീരാത്ത കാര്യങ്ങൾ നമ്മൾ സുപ്രീം കോടതിയിൽ പോകും. പിന്നെ മിനി കോടതികളൊക്കെ ഉണ്ട്, കുടുംബ കോടതി, അങ്ങനെയുള്ള ആ കോടതികളിൽ നിന്ന് ഹൈക്കോടതി പോകും, ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതി പോകും. അപ്പം ഇത് 226 അനുസരിച്ച് ഹൈക്കോടതി, 32 ആർട്ടിക്കിൾ അനുസരിച്ച് സുപ്രീം കോടതിയിലും പോകും. അടുത്ത 8ാമത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സെക്യുലർ സ്റ്റേറ്റാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ സെക്യുലർ സ്റ്റേറ്റാണ്. നമുക്ക് 42 അമെൻമെൻറ്റ് അനുസരിച്ച് 1976 വെച്ചാൽ നമുക്ക് ഭേദഗതി വരുത്തി, നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷന് ഭേദഗതി വരുത്തി, ആമുഖം ഭേദഗതി വരുത്തി. അതുപോലെ തന്നെ ആമുഖവും ഭേദഗതി വരുത്തി എങ്ങനെയാണ്, സെക്കുലർ എന്ന വാക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ആദ്യം നമുക്ക് മതോദരത്വ, ജനാധിപത്യ, സോഷ്യലിസ്റ്റ് എന്നായിരുന്നു. അതിൽ എന്തില്ല, സെക്കുലർ എന്ന വാക്കില്ലായിരുന്നു. അങ്ങനെ ആ വാക്കിനെ അതിൽ കൂട്ടിച്ചേർക്കണം. 1976 ഇത് 42ാം ഭേദഗതി അനുസരിച്ച്, അമെൻമെൻ്റ് അനുസരിച്ച് അത് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്, സെക്കുലർ എന്ന വാക്ക്. അത് എൻഷുർ ദ ലിബർട്ടി ഓഫ് ദി സിറ്റീസൺ, നോൺ ഡിസ്ക്രിമിനേഷൻ. അതിനെ അർത്ഥമാക്കുന്നത് ഇക്വാളിറ്റിയാണ്. ആ സെക്കുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് ദ ഇക്വാളിറ്റിയാണ്. എന്താണ് സെക്കുലർ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ പ്രൊമോട്ട് ദ ഇക്വാളിറ്റിയാണ്. തുല്യതയെ തുല്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെ തന്നെ ലിബർട്ടിയാണ്, സ്വാതന്ത്ര്യമാണ്. അതുപോലെ ഏതൊരു പൗരനും സ്വാതന്ത്ര്യമുണ്ട്. നോൺ ഡിസ്ക്രിമിനേഷൻ, ഒരിക്കലും ഒരു വേർതിരിവും പാടില്ല. എല്ലാ സിറ്റീസനും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത്. വലിയവനെന്നോ ചെറിയവനെന്നോ ജാതി കുറഞ്ഞെന്നോ ജാതി കൂടുതലെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ ഒന്നില്ലാതെ ഭേദമന്യേ നോൺ ഡിസ്ക്രിമിനേഷനാണ്. നമ്മുടെ ആർക്കും പ്രധാനമന്ത്രി പ്രസിഡന്റ് ആകുന്ന പദവിയിലെത്താം. ആർക്കും ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ എന്ന് പറയണം, അവിടെ വരെ എത്താം. ഏത് മേഖലയിലും പോകാനും വരാനും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് നോൺ ഡിസ്ക്രിമിനേഷൻ ഓഫ് ദ സിറ്റീസൺ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി. എല്ലാ പൗരന്മാർക്കും തുല്യമായ പദവിയാണ്, തുല്യമായ അവസരമാണ് നൽകുന്നത്. ഫ്രീഡം ഓഫ് റിലീജിയൻ ആൻഡ് സോ ഓൺ. ഏത് ആയിക്കോട്ടെ, അവരുടെ മതത്തിലായാലും അങ്ങനെ തന്നെയാണ്. ഇനി അടുത്തത് 9ാമത്തത് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പാണ്, ഏക പൗരത്വമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ 10ാമത്തത് പറഞ്ഞത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് എ എമർജൻസി പ്രൊവിഷൻ എനേബിളിംഗ് ദ പ്രസിഡന്റ് ഓഫ് പേഴ്സ്. എമർജൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ 3 ടൈപ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നമുക്ക് 3 ടൈപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ എമർജൻസിയാണ് നമുക്കുള്ളത്, അല്ലേ? ആർട്ടിക്കിൾ 18 അനുസരിച്ച് നമുക്ക് 3 ടൈപ്പിലുള്ള പാർട്ടിൽ 18 പറയുന്നുണ്ട് 3 ടൈപ്പ് എമർജൻസിയാണ് നമുക്കുള്ളത്. നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, അതുപോലെ തന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥയിൽ 352 ആർട്ടിക്കിൾ അനുസരിച്ച് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. അതുപോലെ ദേശീയ അടിയന്തരാവസ്ഥ നമുക്ക് 3 പ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അല്ലേ? 2 പ്രാവശ്യം 1975-ലും 1975 ഇന്ദിരാഗാന്ധി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ലേ. അതുപോലെ തന്നെ സ്റ്റേറ്റ് എമർജൻസി, അതുപോലെ ജവഹർലാൽ നെഹ്റു ഇരുന്നപ്പോഴും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച്, ഇന്ദിരാഗാന്ധി ഇരുന്നപ്പോഴും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352 അനുസരിച്ച്. 1956 സ്റ്റേറ്റ് എമർജൻസിയാണ്, സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. ഫിനാൻഷ്യൽ എമർജൻസി 360, അത് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സാമ്പത്തിക അടിയന്തരാവസ്ഥ. സ്റ്റേറ്റ് അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു, നാഷണൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു.
ഇതിൽ റീക്യാപ്പിൽ പറയുന്നത് എസൻഷ്യൽ ദ പ്രിൻസിപ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ദ നാഷൻ ഓഫ് പാർലമെൻ്ററി ഡെമോക്രസി, റിപ്പബ്ലിക്, നാഷൻ, സിവിൽ ലിബർട്ടി ആൻഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്. നമ്മുടെ എസൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? ദേശത്തിൻ്റെ പാർലമെൻ്ററി ആണ്, അതിങ്ങനെ ഡെമോക്രസിയാണ് അല്ലെ, ജനാധിപത്യമാണ്, റിപ്പബ്ലിക് നാഷനാണ്, സ്വതന്ത്രമായിട്ടുള്ള ദേശമാണ്, സിവിൽ ലിബർട്ടിയാണ്, എല്ലാവർക്കും എല്ലാ സ്ഥലത്തും സ്വതന്ത്രമായിട്ട് സിവിൽ ലിബർട്ടി ഉണ്ട്. ഏത് ജോലി ചെയ്യാം, ഏത് PSC UPSC ഇവിടെ പോയി എഴുതിയെടുത്താൽ ആർക്കും അവിടെ ലിബർട്ടി ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആൻഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്, സാമൂഹ്യമായും സാമ്പത്തികമായും നീതിയുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിൻസിപ്പിൾ. The Indian Constitution has thus borrowed the provisions from the Government of India Act 1935. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം കടം എടുത്തതാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ. അതുപോലെ തന്നെ അനദർ സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് ഹാപ്പൻഡ് വിത്ത് ദ കോമൺവെൽത്ത് ഓഫ് ഇന്ത്യ ബില്ല് ഓഫ് 1925. 1925 കോമൺവെൽത്ത് ബില്ല് പ്രകാരം നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ റീഫോം ചെയ്ത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് അവിടെയാണ് തുടങ്ങിയത് 1925 ബില്ല് അനുസരിച്ച്. പിന്നെ അത് റെസൊല്യൂഷൻ ഫോർ ദ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഈസ് നോൺ ആസ് നാഷണൽ ഡിമാൻഡ്. റൗണ്ട് കോൺഫറൻസിൽ നാഷണൽ ഡിമാൻഡ് ദേശീയത്തിൻ്റെ ആവശ്യപ്പെട്ടിരുന്നു, അത് റെസൊല്യൂഷൻ ചെയ്തിരുന്നു. ദ നെഹ്റു റിപ്പോർട്ട് എംബസൈസ് ദ സെക്യൂറിങ് ദ പീപ്പിൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നെഹ്റു റിപ്പോർട്ടിൽ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് നമ്മൾ എല്ലാവർക്കും മൗലിക അവകാശം വേണമെന്നുള്ളത്. ദ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി സെക്ഷൻ ഈസ് ദ വർദ്ധ ഡിസൈഡ് ടു ഫേവർ ദ ഡിമാൻഡ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. അതുപോലെ വാർധ സെക്ഷനിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയെക്കുറിച്ച് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1937 സെപ്റ്റംബർ 17 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിലാണ് എന്ത് ചെയ്തത്, റെസൊല്യൂഷൻ റെക്കമെൻഡിങ് ചെയ്തത് എന്തിനു വേണ്ടി, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്തത്. അന്നത്തെ വൈസ്രോയി ലോർഡ് വേവലായിരുന്നു. 1945 സെപ്റ്റംബർ 19 പ്രോമിസ്ഡ് ദ സമ്മൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് മേക്കിംഗ് ബോഡി. അദ്ദേഹമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി പുനഃസ്ഥാപിച്ചത്. വേവൽ പ്രഭു 1946 ഫെബ്രുവരി 9 ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലോട്ട് പറഞ്ഞു വെച്ചു. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന ഫ്രീഡം, സ്വാതന്ത്ര്യവും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ആ ഇഷ്യൂ പരിഹരിക്കുന്നതിന് വേണ്ടി, റീസോൾവ് ചെയ്യുന്നതിന് വേണ്ടി ക്യാബിനറ്റ് മിഷനെ 1946 ഫെബ്രുവരി 19 ഇന്ത്യയിലോട്ട് പറഞ്ഞു വിട്ടു. ദ മെമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഷാൾ ബി എലക്റ്റഡ് ദ ബേസ്ഡ് വൺ റെപ്രസെൻറ്റിംഗ് ദ പോപ്പുലേഷൻ. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഇലക്ഷൻ്റെ കാര്യങ്ങൾ അതിൻ്റെ റിപ്പോർട്ട് അയക്കുന്നു, ജനങ്ങളുടെ റിപ്പോർട്ട് അയക്കുകയുണ്ടായി. ദ ക്യാബിനറ്റ് മിഷൻ സജസ്റ്റ് ദ ഡിവിഷൻസ് ഓഫ് പവർ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് പ്രൊവിഷൻസ്. അതുപോലെ ക്യാബിനറ്റ് മിഷൻ എന്താണ് യൂണിയൻ ആൻഡ് പ്രൊവിഷനെ കുറിച്ച് ഡിസൈഡ് ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷൻ ഒപ്പോസിഷൻസ് ടു ദി അസംബ്ലി കെയിം ഫ്രം ദ മുസ്ലിം ലീഗ്. അങ്ങനെ ഇതിൽ കൺസ്റ്റൻറ്റ് ചെയ്തു. ആരാണ് അസംബ്ലിയിൽ വന്നു, മുസ്ലിം ലീഗും വന്നു. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സമ്മൺഡ് ഇൻ ദ ഫസ്റ്റ് ആനുവൽ സെക്ഷൻ. എപ്പോഴാണ് ഇത് ആനുവൽ സെക്ഷൻ എപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആനുവൽ സെക്ഷൻ നടന്നത്? കമ്മിറ്റിയുടെ ആനുവൽ സെക്ഷൻ നടന്ന 1946 ഡിസംബർ 9 താൽക്കാലികമായിട്ട് സച്ചിദാനന്ദ സിൻഹയെ കൊണ്ടുവന്ന് അത് ഒരു മീറ്റിംഗൊക്കെ നടക്കുകയാണ് ചെയ്തത്, ആനുവൽ സെക്ഷൻ നടക്കുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് 1946 ഡിസംബർ 11 ആയപ്പോൾ സ്ഥിരമായിട്ട് രാജേന്ദ്ര പ്രസാദ് വന്നു. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അതോടുകൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. 1947 ജൂൺ 3 മൗണ്ട് ബാറ്റൻ പ്ലാന്റ്. അതുകൊണ്ട് ജൂൺ പ്ലാന്റ് എന്നും ആണ് അതിനെ, വാർക്കൺ പ്ലാന്റ് എന്നും ഒക്കെ അതിനെ അറിയപ്പെടുന്നു. കാരണം ഇത് 2 രാജ്യങ്ങളാക്കി മാറ്റി, അല്ലാതെ വേറൊരു ഇന്ത്യ വിഭജിക്കുകയല്ലാതെ വേറൊരു മാർഗ്ഗമില്ലായിരുന്നു. എന്താണ് പാകിസ്ഥാൻ, മുസ്ലിം ലീഗിന് പാകിസ്ഥാനും കൊടുത്തു, ഇന്ത്യയും നൽകിക്കൊണ്ട് 2 രാജ്യമായി വിഭജിച്ചുകൊണ്ട് മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു ഈ പ്ലാൻ കൊണ്ടുവന്നത്. എന്താണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ കൊണ്ടുവന്നത്? ഡിക്ലെയർ ദാറ്റ് ഇന്ത്യ വാസ് ഒരു പാർട്ടീഷൻ, അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി VR അംബേദ്കറാണ് അതിനെ പ്രസൻറ്റ് ചെയ്ത ഡ്രാഫ്റ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ ഡ്രാഫ്റ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ പാസ് ചെയ്തത് 1949 നവംബർ 26 ഭരണഘടനയിൽ ഒരൊറ്റ ഡേറ്റേ ഉള്ളത് 1949 നവംബർ 26. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് envisages certain set of the rules which law of the country follow.
അതുപോലെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒന്ന്, ഫ്രം വെയർ ഡിഡ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോ ഇറ്റ് ഈസ് പ്രൊവിഷൻസ്. എവിടെ നിന്നാണ് ബോറോ ചെയ്തെടുത്തത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തത്. അടുത്ത്, വാട്ട് വാസ് ദ ഡിമാൻഡ് ഓഫ് ദി കോൺഗ്രസ് ലീഗ് ആക്ട് ഓഫ് 1960? എന്തായിരുന്നു ഇത് മുസ്ലിം ലീഗിൻ്റെ ഡിമാൻഡ്? ഇലക്ഷൻ ത്രൂ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി, പ്രായപൂർത്തി വോട്ടവകാശമായിരുന്നു. വെൻ ഡിഡ് ദ കോമൺവെൽത്ത് ഇന്ത്യ ബിൽ പാസ്? എപ്പോഴാണ് പാസ്സാക്കിയത്? 1925 കോമൺവെൽത്ത് ബില്ല് പാസ്സാക്കിയത്. വിച്ച് ബിൽ പ്രസിഡ് ദ നീഡ് ഓഫ് ഫോർ സെൽഫ് ഗവർണിംഗ് ഡൊമൈൻ? എപ്പോഴായിരുന്നു ആ ബില്ല് പ്രസ് ചെയ്തത്? കോമൺവെൽത്ത് ഓഫ് ഇന്ത്യ ബില്ലായിരുന്നു അത്. വേർ ഡിഡ് ദ ഡിമാൻഡ് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെൽ ഫോർ ദ ഫസ്റ്റ് ടൈം? എവിടെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിമാൻഡ് ചെയ്തത് ഫസ്റ്റ് ടൈം? റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ വെച്ചാണ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഡിമാൻഡ് ചെയ്തത്. വെൻ ഡിഡ് നെഹ്റു സബ്മിറ്റ് ദ നെഹ്റു റിപ്പോർട്ട്? എപ്പോഴാണ് നെഹ്റു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്? 1928 ഓഗസ്റ്റ് 28, 1928 ഓഗസ്റ്റ് 28. അപ്പം 28 ഓഗസ്റ്റ് 1928. വിച്ച് കോൺഗ്രസ് സെക്ഷൻ വോട്ടഡ് ഇൻ ഫേവർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി? ഏത് കോൺഗ്രസ്സിലാണ് ഇവർ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വോട്ട് ഫേവർ ചെയ്തു? വാർദ സെക്ഷനിൽ വെച്ചായിരുന്നു. വിച്ച് കോൺഗ്രസ് സെക്ഷൻ ഡിമാൻഡ് ദ റിപ്പീൽ ദ ആക്ട് ഓഫ് ദി 1935? 1935 ഡിമാൻഡ് എന്തായിരുന്നു കോൺഗ്രസ് സെക്ഷൻ്റെ? ആൻസർ ഹരിപുര സെക്ഷൻ. വിച്ച് മിഷൻ വാസ് സെൻഡ് ടു പ്രപ്പോസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ബോഡി? ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ബോഡി, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി പറഞ്ഞു വിട്ട പ്രപ്പോസ് ചെയ്ത മിഷൻ ഏതാണെന്ന്? അത് ക്യാബിനറ്റ് മിഷനാണ്. വെൻ ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി സമ്മോൺ ദി ഫസ്റ്റ് ആനുവൽ സെക്ഷൻ? എപ്പോഴായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ ആനുവൽ സെക്ഷൻ? 1946 ഡിസംബർ 9 ആയിരുന്നു ആനുവൽ സെക്ഷൻ. ഓക്കെ, താങ്ക് യു.